ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ കർക്കിടക മാസത്തിലാണ് ഈ ഉലുവച്ചോറ് ഉലുവക്കഞ്ഞൊക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ ഉലുവക്കഞ്ഞി ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉലുവച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഉലുവ ഒരു 2 മണിക്കൂറോളം പുതർത്തി വെച്ചിട്ടുണ്ട്. ഉലുവൻ്റെ അത്ര തന്നെ അരി ഇട്ട് കൊടുത്ത് പിന്നെ ചെറിയ ജീരകം ഒരു നുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൊടുത്തു നന്നായി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് രാത്രിയാണ് വേവിക്കാൻ വെച്ചത്. പിന്നെ ഇത് കഴിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. അങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പണ്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സമയത്തും എല്ലാ കർക്കിടക മാസത്തിലും കഴിക്കുന്ന ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഇതാ നേരം വെളുത്ത സമയത്ത് ഞാൻ രാവിലത്തെ ചായക്കടിയായിട്ടാണ് കഴിക്കുന്നത്. അതിനിതാ ഉള്ളി വറവിട്ട് കൊടുത്ത് നെയ്യിട്ട് ഉള്ളി വറവിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആവശ്യത്തിന് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടത് അതുപോലെ ചെയ്താൽ മതി. പിന്നെ ഒരു പകുതി തേങ്ങയും കൂടി ചിരകിയിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടു. കാരണം ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതല്ല, അപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അതൊന്ന് നല്ല കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ടേസ്റ്റ് മധുരവും കയ്പും കൂടിയിട്ടുള്ള ഉലുവച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.